ഹായ് ഓൾ. പിന്നീട് പേരൻസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചില സൗണ്ടുകൾ, ചിലപ്പോൾ ഒരു വിസിൽസിൻ്റെ ആയിക്കോട്ടെ, ആംബുലൻസിൻ്റെ ആകാം, ഒരു കിളികളുടെ ആകാം, ചില സൗണ്ടുകൾ നമ്മുടെ കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നതെന്നുള്ളത്. സോ അവിടെ നടക്കുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓട്ടിസം ബ്രെയിൻസ് ഓൾവേസ് നമ്മുടെ സൗണ്ട്സിനെ പ്രോസസ്സ് ചെയ്യാനും അത് റിസീവ് ചെയ്യാനും എപ്പോഴും ഒരു ഡിഫിക്കൽറ്റി കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി വെർബൽ സൗണ്ട്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ലോ ഫ്രീക്വൻസി സൗണ്ട്, എസ്പെഷ്യലി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൾ സൗണ്ട്, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ലോക്കലൈസ് ചെയ്യാനോ അത് പ്രോസസ്സ് ചെയ്യാനോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും. സോ അങ്ങനെയുള്ള സൗണ്ടുകളോട് എപ്പോഴും ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സ് ബ്രെയിൻ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടാകുന്ന മെയിൻ റീസൺ, എൻ്റെ എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിങ്സ് മൈറ്റ് ബി ഈസി.